ജനകീയ താൽപര്യം മുൻനിർത്തിയാണ് വനനിയമ ഭേദഗതി പിൻവലിച്ചതെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ മീഡിയ വണ്ണോട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില സംഘടനകൾ ജനങ്ങളുടെ മനസ്സിൽ തീ കോരിയിട്ടു. വയനാട്ടിലെ കടുവാ ദൗത്യത്തിൽ വനംവകുപ്പിന് വീഴ്ച ഉണ്ടായിട്ടില്ല. മലപ്പുറത്ത് കാട്ടാന ആക്രമണം നടന്നത് വനത്തിനുള്ളിലാണെന്നും ശശീന്ദ്രൻ മീഡിയ വണ്ണോട് പറഞ്ഞു. വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. മന്ത്രി, ഒടുവിൽ വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു. ആരുടെ തോൽവിയാണ്, ആരുടെ വിജയമാണിത്? വനനിയമത്തിൽ ഭേദഗതി വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും പതിവ് പോലെ ഉയർന്നു വന്നത്. ആ പശ്ചാത്തലത്തിലാണ് 2023 ഒടുവിൽ 24 ഇത്തരമൊരു ഭേദഗതിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ വനം വകുപ്പ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയപ്പോൾ ഇതിന് ശേഷം അത് അവതരിപ്പിക്കാനുള്ള ഒരു പൊതു അംഗീകാരം മന്ത്രിസഭയിൽ നിന്ന് നേടിയെടുക്കുകയും അത് കരട് നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്തിനാണ് നമ്മളങ്ങനെ ചെയ്തത്? അത് ജനങ്ങളുടെ അഭിപ്രായം അറിയാനാണ്. മറ്റ് സാധാരണ ബില്ലുകൾക്കെല്ലാം ഇങ്ങനെ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വിടാറുണ്ടോ? വിടും. എപ്പോഴും നിയമസഭ ചർച്ച ചെയ്ത് സെലക്ട് കമ്മിറ്റിക്കോ പൊതുജനാഭിപ്രായത്തിനോ വിടുന്നൊരു സമ്പ്രദായം എല്ലാ നിയമസഭകൾക്കും കൊണ്ട് കേരളം. പക്ഷേ അതിന് മുമ്പ് തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം ആരായാൻ ശ്രമിച്ചത് ജനകീയ താല്പര്യം പരിഗണിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഏതാണ്ട് 4000-നും 5000-നും ഇടയിലുള്ള പരാതികളും നിർദ്ദേശങ്ങളും ഭേദഗതികളുമാണ് നമുക്ക് ലഭിച്ചത്. അത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏത് വകുപ്പിൽ എന്ത് ഭേദഗതിയാണ് വേണ്ടത്, ഏതാണ് കൂട്ടിച്ചേർക്കേണ്ടത്, ഏതാണ് പിൻവലിക്കേണ്ടത് എന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്നാലും അത് പരിശോധിക്കാത്ത ഘട്ടത്തിൽ വന്നപ്പോൾ എന്തായി? മലയോര മേഖലയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു ബോധപൂർവമായ ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായി. ചില കേന്ദ്രങ്ങളെന്ന് ഞാൻ പറയുമ്പം അത് രാഷ്ട്രീയ പാർട്ടികളല്ല, അത് രാഷ്ട്രീയതരമെന്ന് ഭാവിക്കുന്ന എന്നാൽ നിഗൂഢ രാഷ്ട്രീയമുള്ള ചില സംഘടനകളാണ്. ആ സംഘടനകൾ ഏതാണെന്ന് സമൂഹത്തിനറിയാം. അവർ കർഷക ജനതയുടെ മനസ്സിൽ തീക്കോരിയിടാൻ ശ്രമിച്ചു. ജനങ്ങൾ അസ്വസ്ഥരായപ്പോൾ സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളുടെ ആ അഭിലാഷത്തെ വിലയിരുത്തേണ്ടതായി വന്നു. ചില ഘട്ടങ്ങളിൽ അവരത് ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിയമമല്ല ഏത് നിയമവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പാസ്സാക്കുന്നുണ്ടെങ്കിൽ, പിൻവലിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമായിരിക്കണം, ജനകീയ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. ജനകീയ താല്പര്യം വിസ്മരിച്ച് അധികാരത്തിൻ്റെ ശക്തിയും പോലീസിനെയും ഉപയോഗിച്ച് ഒരു നിയമവും പാസ്സാക്കി അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹമില്ലാത്തൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്ന ഘട്ടത്തിലും വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുക. മലപ്പുറത്ത് കാട്ടാന ചവിട്ടി ഒരു സ്ത്രീ മരിക്കുന്നു. അതോടൊപ്പം വയനാട്ടിൽ നാട്ടിലിറങ്ങിയ കടുവ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിലൊക്കെ എന്താണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ? അല്ല, അത് തന്നെയാണ് ഇപ്പോൾ ആ സംഭവങ്ങളെ ഇങ്ങനെ കാണിക്കുന്നതാണ്. വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഈ കടുവയെ പിടികൂടുന്ന കാര്യത്തിൽ എന്ത് വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ വീഴ്ച തിരുത്താലോ. എന്ത് വീഴ്ചയാണ് സംഭവിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ വനം വകുപ്പിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്? ഈ 6 ദിവസം അവിടെ ജീവൻ മരണ പോരാട്ടം നടത്തുകയല്ലേ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ. അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ തന്നെ എങ്ങനെ പരിഹസിക്കുന്നത്? പിന്നെ മലപ്പുറത്ത് എവിടെയാണ് മരണം സംഭവിച്ചത്? കാട്ടാന നാട്ടിലിറങ്ങി വന്നാണോ മനുഷ്യനെ കൊന്നത്? ആണോ? വനത്തിനുള്ളിൽ വെച്ചല്ലേ? പിന്നെ വനാതിർത്തിക്കുള്ളിൽ 18, 19, 20 കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലത്താണല്ലോ ഈ 2 മരണം ഉണ്ടായത്. അപ്പോൾ വനത്തിനകത്തുണ്ട് നടക്കുന്ന സംഘർഷത്തെ എങ്ങനെയാണ് വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ പട്ടികയിൽ നിങ്ങൾ പെടുത്തുന്നത്? എന്നിരുന്നാലും യഥാർത്ഥത്തിൽ വനത്തിനകത്ത് പോയി ഒരാൾ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം വനവകുപ്പിനില്ല. കാരണം അത് അവർക്കെതിരെ കേസാണ് എടുക്കേണ്ടത്. അനധികൃതമായി വനത്തിൽ കടന്നു കയറാൻ ആർക്കും അധികാരമില്ല. പിന്നെ പട്ടികജാതി പട്ടികവർഗ ഗോത്ര വിഭാഗങ്ങൾക്കല്ലാതെ ആർക്കും വനത്തിനുള്ളിൽ പ്രവേശിക്കാനോ ജീവനോപാധികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനോ അവകാശമില്ല. ഇവരെങ്ങനെയാണ് പോയത്? പക്ഷേ ഇവരെങ്ങനെയാണ്? ഇവർ ആദിവാസികളാണ്. ഈ 2 പേരും. അവർക്ക് വനാവകാശ നിയമപ്രകാരം ഇവിടെ പോകാൻ അധികാരമുണ്ട്, കാട്ടിനുള്ളിൽ പോകാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് വനത്തിനുള്ളിൽ സംഭവിക്കുന്ന മരണങ്ങൾക്കും പരിക്കുകൾക്കും പരിഹാരം കാണാനുള്ള ബാധ്യത സർക്കാർ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നൽകുന്ന എല്ലാ സഹായവും അവകാശമുള്ള ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അവർക്ക് വനാതിർത്തി ഇല്ല, വനാതിർത്തിക്ക് പുറത്തല്ല അവർ വനാതിർത്തിക്കുള്ളിൽ തന്നെയാണ്. പക്ഷേ അതുണ്ടെങ്കിൽ പോലും
ആ വനാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംരക്ഷണം നൽകാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അടുത്ത നിമിഷം കൊടുത്തില്ലേ? ഇപ്പോൾ ഇവിടെ മിനിയാന്ന് ഒരാഴ്ച മുമ്പേ PV അൻവർ വന്ന് ബഹളം ഉണ്ടാക്കി. ഈ സ്ഥലത്തുനിന്ന് 52 കിലോമീറ്റർ ദൂരെയാണ് സമരം. ആ പഞ്ചായത്തിൽ നിന്നോ ആ പരിസര പ്രദേശങ്ങളിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ആ സമരത്തിലുണ്ടായിരുന്നോ? ഫോറസ്റ്റ് ഓഫീസ് അതിക്രമിച്ച കേസിൽ ഇന്നലെ ബഹളം ഉണ്ടാക്കി ആരാണ്? പുറത്തുനിന്ന് പോയവരല്ലേ? എന്തായാലും ഒരു ജനകീയ സർക്കാർ എന്ന നിലയിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി തീരുമാനമെടുക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ സർക്കാരിന് വിരുദ്ധമായ നടപടികൾക്ക് വേണ്ടി ചില ഗൂഢസംഘങ്ങൾ ശ്രമിക്കുന്നു, അവർക്ക് നിന്നു കൊടുക്കേണ്ട എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് വനനിയമ ഭേദഗതിയിൽ നിന്നും പിന്നോട്ട് പോയതെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.